ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയായിപ്പോയി. ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നതായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടത്. എനിക്ക് പ്രിയ സുഹൃത്തുക്കളായ പുരുഷന്മാരോട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും ഏത് കാലഘട്ടത്തിലും പുരുഷന്മാരോടൊപ്പം നിൽക്കുന്ന ആളാണ്. കാരണം അവർ ഈ ലോകത്തിൽ കൊടുക്കുന്ന സംഭാവന, മക്കളെയും കുട്ടികളെയും ഉമ്മമാരെയും മാതാപിതാക്കളെയും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് കാലാകാലം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാരടങ്ങിയതാണ് നമ്മുടെ സമൂഹം. സ്ത്രീകളൊക്കെ ഇപ്പോഴാണ് ഓരോ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെയുള്ള കുറേ കാര്യങ്ങളുമായിട്ടാണ് പലരും മുന്നോട്ട് പോകുന്നത്. എല്ലാവരും അല്ല പറയുന്നത്, വളരെ ചുരുക്കം ആളുകളാണെങ്കിൽ പോലും ജീവൻ എടുക്കാൻ പാകത്തിന് ഇവർ ഇത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരുമ്പോൾ അത് വളരെയധികം അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ ആരെങ്കിലും വന്ന് മോശപ്പെടുത്തുക അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അലിഗേഷൻസ് വരികയോ ചെയ്താൽ സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് വിചാരിച്ച് ജീവൻ കളയാനുള്ളതാണോ നമ്മുടെയൊക്കെ ജീവൻ? ഇത്രയും അധികം പ്രിഷ്യസ് ആയിട്ട് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടിട്ടുള്ളത് ആരുടെങ്കിലും അപവാദ പ്രചരണങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കണം. പെൺകുട്ടികളും ആൺകുട്ടികളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആൺകുട്ടികളിൽ നിന്ന് മാത്രമല്ല, ഇപ്പം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുന്നത്, കുഞ്ഞു മക്കൾ മുതൽ വലിയ വലിയ ആളുകളടക്കം. അപ്പം ഇത്രയും ഒരു വിദ്യാഭ്യാസം എന്തായാലും ഒരു അത്യാവശ്യം വിദ്യാഭ്യാസവും ആളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള ഒരാളായിരിക്കുമല്ലോ. നമ്മുടെ മേലേക്ക് ഇതുപോലെ ഒരു അനാവശ്യമായ അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനുള്ളൊരു മാനസിക പക്വത നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് എല്ലായിടത്തും നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ആൺകുട്ടികൾ വളർന്നു വരുവാണ്, നാളെ അവരും ഇതുപോലത്തുള്ള പ്രശ്നങ്ങളിൽ പെടാം. പെൺകുട്ടികൾ വളർന്നു വരികയാണ്, അവർക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. സോഷ്യൽ മീഡിയയിലിട്ട് ഇതുപോലെ ഇങ്ങനെ ചളാക്കിയിട്ട് ഇരിക്കുന്നൊരു സംഭവമല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നാലെ പിന്തുടർന്ന് നമുക്ക് യാതൊരുവിധ സ്വസ്ഥതയും സ്വൈര്യവും തരാതെ നമ്മൾ അപമാനിച്ചുകൊണ്ട് നടക്കുന്ന അത്തരം ആളുകളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് ചിലപ്പോൾ ഇതുപോലെയുള്ള കടന്ന കൈകളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതല്ലാതെ ഒരു എന്താണ് പറയുക, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ബസ്സുകളിലൊക്കെ പോകുമ്പോൾ ബ്രേക്ക് ചോട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാനൊരു എത്ര കാലഘട്ടം വരെ ഭയങ്കര തിക്കും തിരക്കുള്ള ബസ്സുകളിൽ പോയി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ചിലപ്പോഴൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടില്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾക്ക് മാറാൻ ചാൻസ് ഉണ്ടല്ലോ. നമുക്കൊന്ന് ചീത്ത പറയാൻ നമുക്ക് നാവില്ലേ, നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ലേ, ഒന്ന് കൊടുത്തൂടെ? നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നീ നിൽക്കാനായിട്ട് പറഞ്ഞൂടെ? നമുക്ക് എന്തെല്ലാം ഓപ്ഷനുകളുണ്ട്. നമ്മൾ ബദിരയും മൂകയും അന്തയും ഒന്നായിട്ട് നിൽക്കുന്ന ആളുകളല്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ആ ഒരു രീതിയിലാണ് സ്ത്രീകൾ പ്രതികരിക്കേണ്ടത്. അതല്ലാതെ ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇട്ടിട്ട് ഇവരെ വേട്ടയാടുകയല്ല വേണ്ടത്. അതിന് തക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അതിന് യാതൊരു തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ എല്ലാവരും മനസ്സിന് അത്ര കട്ടിയുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. അപ്പോൾ സ്ത്രീകളോടാണ്, ദയവ് ചെയ്ത് ഇതിനെ നിങ്ങൾക്കുള്ള ഒരു നിയമത്തെ നിങ്ങൾ ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യരുത്. അതുപോലെ പുരുഷന്മാരോടാണ്, നിങ്ങൾക്കുള്ള ഇതേപോലെയുള്ള ഓരോ അനുഭവങ്ങളെ നിങ്ങൾ അതിനെ എതിരിടാൻ ആയിട്ട് അതിനും പഠിക്കണം. അതായത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് വ്യക്തതയുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കടുംകൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ഗോവിന്ദച്ചാമി മുതൽ ബലാത്സംഗം ചെയ്തുകൊണ്ട് നടക്കുന്ന, അതല്ലെങ്കിൽ മറ്റുള്ള വലിയ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ വളരെ സിമ്പിളായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫുഡും കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന ഒരു നാടാണിതോട്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ അഭിമാനമുള്ള ആളുകൾക്ക് ഇതൊന്നും സഹിക്കാനായിട്ട് കഴിയില്ല, അത് ഉറപ്പാണ്. പക്ഷേ ഈ കാലഘട്ടവും കഴിഞ്ഞു പോകും. നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ലോകത്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ക്യാരക്ടർ ആദ്യം മുതലും അവസാനം വരെയും ഇതുപോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുള്ളൂ. പക്ഷേ അത്തരം സ്വഭാവ വൈകൃതങ്ങൾ ഉള്ള ആളുകൾക്ക് ഈ പറയുന്നതും കേൾക്കുന്നതൊന്നും ഒരു വിഷയമാവില്ല. അത്തരം ആളുകളല്ലാത്തത് കൊണ്ടാണ് ഇത്രയൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങളെ കാത്ത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ ഉമ്മ, ഉപ്പ, അച്ഛൻ, അമ്മ, മക്കൾ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അതുപോലെ ജീവനിക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ക്യാൻസർ രോഗികൾ, മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച് കിടക്കുന്ന ഒരുപാട് രോഗികൾ ഇന്ന് ഈ ലോകത്തുണ്ട്. അപ്പം അത്തരം ആളുകളുടെയൊക്കെ ഇടയിൽ നമുക്ക് പ്രഷ്യസായിട്ട് കിട്ടിയിരിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള ഈ ഒരു ശരീരത്തെ നമ്മൾ ഒരിക്കലും ഇതുപോലെ ദ്രോഹിക്കരുത്. ഇതും കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇത് ഒന്നും അല്ലാതായി മാറുന്ന ഒരവസ്ഥയിലേക്കാണ്. അത് ചെയ്ത ആളുകളും ഈ പറഞ്ഞ ആളുകളും പ്രചരിപ്പിച്ച ആളുകളും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എതിരെ പറഞ്ഞവരും നിങ്ങൾ ഗുണകരമായിട്ട് പറഞ്ഞ ആളുകളും ഒക്കെ സുഖമായിട്ട് നാളെ ജീവിക്കുന്നുണ്ടാവും. നിങ്ങൾ കുടുംബത്തിന് മാത്രമാണ് പോകുന്നത്.
നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇതിലെ നഷ്ടം, മറ്റാർക്കും ഇത് നഷ്ടപ്പെടാൻ പോകുന്നില്ല. കാരണം അത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പോലും ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്ത അത്രയും വലിയ കുറ്റമായിട്ട് തോന്നുന്നില്ല. പക്ഷേ അതിനെതിരെ നിൽക്കുന്ന ഒരാൾക്ക്, എടുത്തേക്ക് ഒരാൾ വരുമ്പോൾ നമുക്കൊന്ന് മാറാനുള്ളൊരു ടെൻഡൻസി ഓട്ടോമാറ്റിക് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കും. ഓട്ടോമാറ്റിക്കലി ഒരാൾ വരുമ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് മാറിപ്പോവും. പക്ഷെ അത് മാറിപ്പോവാതെ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് എന്താണെന്ന് മനസ്സിലായില്ല. അതൊരു സ്ത്രീയുടെ മനസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ആ കുട്ടിയെ കൂടി ഒരു ആത്മഹത്യയിലേക്ക് വരുത്തിച്ചിട്ട് അതും ഒരു ബുദ്ധിമുട്ടാക്കാതിരിക്കുന്നതായിരിക്കും സോഷ്യൽ മീഡിയയിലുള്ള മറ്റാളുകളോട് എനിക്ക് പറയാനുള്ളത്. അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ അവരും ജീവൻ ഒടുക്കാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. ഇതൊരു പാഠമായിട്ട് എടുത്തിട്ട് സമൂഹത്തിൽ ഇനി അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ വളരെ ദുഃഖത്തോടെ പറഞ്ഞാൽ മാനസികമായിട്ട് പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. നമ്മളിപ്പോൾ വിചാരിച്ചെന്താണ്, സോഷ്യൽ മീഡിയയിൽ ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അത് കഴിഞ്ഞാൽ അവിടെ കഴിയും, അത്രേ ഉള്ളൂ. ഒരു ജീവൻ പോവാന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ ഇനി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. കോടികൾ കൊടുത്താലോ, ഇനിയിപ്പോൾ ഈ പെൺകുട്ടി മാപ്പ് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്താലും ആ ഒരു സംഭവം നമുക്ക് തിരിച്ചിങ്ങോട്ട് അവരെ നമ്മുടെ ജീവിതത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. നിങ്ങൾക്ക് അത്ര വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ നാട് വിട്ടു പോക്കോ, എവിടെയെങ്കിലും പോയി ജീവിച്ചോ, ഏതെങ്കിലും ലോകത്ത് പോയി ജീവിച്ചൂടെ? എത്ര ഇവിടെ പരന്ന് കിടക്കുകയല്ലേ ലോകം, എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചൂടെ? ഒരു കുഴപ്പമില്ലല്ലോ. വിഷമമുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ കുഞ്ഞു മക്കൾ, നിങ്ങൾ ആരും ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല, അല്ലാതെ ഇവിടെ എല്ലാത്തിനും പരിഹാരം ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്യാതെ എത്രയോ ആളുകൾ എത്രയോ കുറ്റകൃത്യം ചെയ്തിട്ട് ഇവിടെ നമ്മൾ കണ്ണിൻ്റെ മുൻപിൽ കുട്ടികളൊക്കെ പോയി ആത്മഹത്യ ചെയ്താൽ മതി എന്ന് തോന്നുന്ന തരത്തിലുള്ള കുറേ ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകളൊന്നും ഒരിക്കലും ഇത്തരം കാര്യങ്ങളിലേക്ക് പോവരുത്. ദയവ് ചെയ്ത് ഇനി ഇതുപോലത്തുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനുള്ള ഇടയിൽ വരാതിരിക്കട്ടെ. അപ്പം ഇന്നലെ മറ്റൊരു കൊലപാതകം കേട്ടിട്ട് മൈൻഡ് മരവിച്ചിരിക്കുന്നതാണ്. ഞാനിതിനൊന്നും പ്രതികരിച്ച് സംസാരിക്കാൻ നിൽക്കാത്തതാണ്. കാരണം നമ്മളെ തന്നെ മൈൻഡ് പോയി പോവും. അപ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നട്ടെ, നല്ലത് വരട്ടെ, എന്നും നന്മയുള്ള മനസ്സുമായിട്ട് ജീവിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.